ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ശാരി ചിന്തിച്ച് തൻ്റെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയായല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ താരയാണ്. കുഞ്ഞിനുള്ള ഒരു കുഞ്ഞുടുപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞിനെയും മമ്മിയും ഒക്കെ കാണാൻ വേണ്ടി താര വരുന്ന വരവ് കണ്ടതും ശാരിയുടെ ചങ്കങ്ങ് അലച്ചു. ശാരി ചാടി എഴുന്നേറ്റു. ദൈവമേ, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ദൈവോ, ഇനിയിപ്പം എന്തൊക്കെ നടക്കൂ എന്തോ. സരയുവാണെങ്കിൽ ഇപ്പൊ ഉണർന്നിരിക്കുകയാണ്. ഇനി എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞു നമ്മുടെ താരയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശാരി ഓടി വാതുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ എൻ്റെ പൊന്ന് താര, നീ ചതിക്കരുത്, ദയവ് ചെയ്ത് വന്നതുപോലെ തന്നെ പോയിക്കോ. നിന്റെ മോളും കുഞ്ഞും ഒക്കെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ അവളെങ്ങാനും ഇപ്പം വരുമ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് താര, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞു. അപ്പൊ താരയാണെങ്കിലോ, നമ്മൾ ആ താരയുടെ സംസാര രീതി അറിയാലോ. താര ആംഗ്യം കാണിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞ്, എൻ്റെ കൊച്ചുമോള്, ഇതിനെയൊക്കെ എനിക്ക് കാണണം. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഉടുപ്പാണെന്നും പറഞ്ഞ് ശാരിയുടെ കയ്യിലേക്ക് ആ ഉടുപ്പ് കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, ഈ ഉടുപ്പ് നീ തന്നതാണെങ്കിലും ഞാൻ വാങ്ങിയതാണെന്നും പറഞ്ഞ് സരയുടെ കയ്യിലേക്ക് കൊടുക്കാം. അതേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അവളും കുഞ്ഞും ഉണർന്നിരിക്കുകയാണ്. എൻ്റെ താരെ, അവളെങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ. അറിയാലോ, ആശുപത്രിയിൽ വെച്ച് നിനക്ക് കാണാൻ അവസരമൊക്കെ ഉണ്ടാക്കിയത് സരയു നല്ല ഉറക്കമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ പല രീതിയിലും പറഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ശാരി വഴങ്ങാതെ താര വഴങ്ങാണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശാരിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ കഞ്ഞിയിലാണല്ലോ പാറ്റ വീഴാൻ പോകുന്നത്. താൻ ഇത്രയും കാലവും തൻ്റെ സ്വന്തം മകളായിട്ട് കൊണ്ടു നടന്ന സരയും തൻ്റെ മകളല്ല എന്നുള്ള സത്യം ഇവരെല്ലാവരും കൂടി ചേർന്ന് അവളെ അറിയിച്ചാലോ എന്നുള്ള ഒരു ടെൻഷനാണ് നമ്മുടെ ശാരിക്ക്. അങ്ങനെ ശാരി താരയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ആ ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ച് താര അവിടുന്ന് പറഞ്ഞു വിടാൻ ഒരുങ്ങുന്ന സമയത്ത് താര നമ്മുടെ ശാരിയോട് ചോദിക്കുക, മരുമകനകത്തുണ്ടോന്ന്. അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വാണിംഗ് കൂടി കൊടുത്തിട്ട് താര അവിടുന്ന് പോയതും നമ്മുടെ ശാരിയുടെ നെഞ്ചിൽ വീണ്ടും തീ കത്താൻ തുടങ്ങി. എന്തൊക്കെയാണാവോ ഇനി ഇവൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ അത് ഇവനെ കുറിച്ചിട്ട് അറിയാവോ? അല്ലെങ്കിൽ ഈ മിണ്ടാത്തവള് പോലും ആംഗ്യം കാണിച്ചിട്ടാണല്ലോ പോയത്. അപ്പം ഇവനെ സൂക്ഷിക്കേണ്ടതാണെന്നും പറഞ്ഞ് അങ്ങനെ ശാരി ഭയങ്കര ചിന്ത. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും പ്രകാശനും വിക്രവും ഒക്കെ കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയം ലക്ഷ്മിയമ്മ തന്നെയാണ്. അപ്പൊ ലക്ഷ്മിയമ്മയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഈ നാട്ടിൽ നിന്ന് തന്നെ പായിക്കണമെന്നാണ് നമ്മുടെ കാർത്തികയുടെ ഒരു ഓർഡർ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛനും മോനും കൂടി വലിയൊരു ഗൂഢാലോചന നടത്താൻ തുടങ്ങി. പക്ഷെ കാർത്തികയാണെങ്കിലോ അപ്പുറം നിന്ന് ഇവറ്റകൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെ, എൻ്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി എന്ന് പറയുന്നവള് വരണമെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന വെറും ലക്ഷ്മി ഉണ്ടല്ലോ, അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം. അവളെ ഇങ്ങോട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ആൾക്കാർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന് വിക്രമാദിത്യൻ ചോദിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വിക്രമേ, നീ വിഷമിക്കൊന്നും വേണ്ട. ഈ അച്ഛനും നിനക്കും ഒക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് കാർത്തിക മോളും അവളുടെ അമ്മയുമാണ്. അതുകൊണ്ട് അവര് നമ്മളെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകാശനും വിക്രവും ഒന്നും ഇല്ലടാ. അതുകൊണ്ട് അവര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് കിട്ടിയ ഏക കച്ചിത്തുരുമ്പാണ് ലക്ഷ്മിയും അതുപോലെ കാർത്തികയും. അപ്പം അങ്ങനെയുള്ള അവരെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി അതെനിക്ക് മാറ്റേണ്ടതല്ലേ. അപ്പം ഒരു കാര്യം ചെയ്യാം, രാജപ്പണ്ണനുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇവളെ തീർക്കാനായിട്ട് ആരെങ്കിലും നല്ല ഗുണ്ടകളെ പ്രകാശൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വിക്രമാദിത്യനാണെങ്കിലും, അച്ഛൻ എന്തിനാ മറ്റു ഗുണ്ടകളെ അന്വേഷിച്ച് നടക്കുന്നത്? നോക്ക്, ഞാൻ തന്നെ പോരെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ. ഇനി ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നടന്നില്ലെങ്കിലോ. എൻ്റെ പൊന്നു മോനെ, വിക്രമേ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. എന്തായാലും നിന്നെ വെച്ചൊരു പരീക്ഷണത്തിന് ഈ പ്രകാശം തയ്യാറല്ല. പിന്നെ അതുമല്ല, ഇവിടെയുള്ള ഗുണ്ടകളെ മുഴുവനും ആ സേനനും അതുപോലെ കിരണും ഒക്കെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാളെ ഈ പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഭംഗിയാകുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് രാജപ്പണ്ണന്റെ സഹായം തേടുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മറഞ്ഞു നിന്ന് കേട്ട് കാർത്തികയാണെങ്കിലും നേരെ പോവുക നമ്മുടെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്തേക്ക്.
എന്താ ചേച്ചി പ്രശ്നമെന്ന് ചോദിച്ച് കല്യാണി വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എടി മോളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രകാശൻ എന്ന് പറയുന്ന മനുഷ്യൻ തലക്ക് തീപിടിച്ചാണല്ലോ നടക്കുന്നത്. അപ്പം ലക്ഷ്മിയമ്മ വന്ന് 9-ാം തീയതി കോടതിയിൽ മൊഴി നൽകി കഴിഞ്ഞാൽ പ്രകാശനറിയാം പ്രകാശന് പിന്നെ മഹാലക്ഷ്മിയെ ജീവിതത്തിലേക്ക് കിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ ചില പദ്ധതികളൊക്കെ മെനയുന്നുണ്ട് എൻ്റെ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ ചേച്ചി കേൾക്കുന്നത്? ദേ കാർത്തിക്, അമ്മയെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നീ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവന്റെ നീക്കങ്ങളെല്ലാം വാച്ച് ചെയ്തിട്ട് അപ്പം ഞങ്ങൾക്ക് വിവരം തരണം. അല്ലെങ്കിൽ ഉണ്ടല്ല, ദേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആ വിക്രമാദിത്യൻ എന്ന് പറയുന്നവൻ. അവൻ ഇപ്പം MD കസേരയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലൊക്കെ ആ ഒരു ഗുണ്ടായുസത്തിൽ നിന്ന് വിട്ടാ നിൽക്കുന്നത്. എന്നാലും അവന് കണക്ഷനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാര്യം നീ മനസ്സിൽ വെച്ചിട്ട് വേണം പെരുമാറാനെന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പ്രകാശൻ എന്ന് പറയുന്ന മാരണത്തെ ഒതുക്കിയതിന് ശേഷം എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സഹായം ആവശ്യമായിട്ട് വരും. അപ്പം നമ്മുടെ കാർത്തികയുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ ചില ദുരന്തങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ കൂടി കണക്ക് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് കാർത്തിക ഈ നാട്ടിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാനും ഞങ്ങൾ ചേച്ചി ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണിയാണെങ്കിൽ കാർത്തികയോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ കിരണം പറഞ്ഞു, കാർത്തികേ, ഒരു കാര്യം വെച്ചാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനും ഉണ്ട്, എൻ്റെ അച്ഛനും ഉണ്ട്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇനി ലക്ഷ്മി അമ്മയുടെ വലവും ഇടവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും നീ ടെൻഷൻ അടിക്കേണ്ട, ആ കാര്യം എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മുടെ പ്രകാശൻ അങ്ങ് പോവാണ് രാജപ്പന്റെ സഹായത്തിന് വേണ്ടിയിട്ട്. രാജപ്പന്റെ അടുത്ത് ചെന്നതും, അതെ അണ്ണാ, എനിക്കൊരു സഹായം വേണം. എനിക്ക് ഒരാളെ തട്ടിക്കളയാനുണ്ട്. എൻ്റെ പ്രകാശ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? തട്ടിക്കളയാനോ? ഓ, അണ്ണൻ ഇപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണല്ലോ. അണ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല 1-ാം തരത്തിലുള്ള ഗുണ്ടകളെ, അതും നമ്മുടെ ഈ നാട്ടിലുള്ള ഗുണ്ടകളൊന്നും വേണ്ട, അവർക്കൊക്കെ ആ സേനനുമായിട്ട് അടുപ്പം കാണും. നമുക്ക് പുറത്തുനിന്ന് ആളെ ഇറക്കണം. എടാ, അതിനൊക്കെ ഒരുപാട് പൈസയാവില്ലേ? എൻ്റെ അണ്ണ, നിങ്ങൾ എന്ത് ഈ പറയുന്നത്? ദേ 10-12 ലക്ഷം രൂപ അണ്ണനോട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് കാശ് കൂടി തന്ന് ഒരു 10-25 ലക്ഷം രൂപയാക്ക്. ഞാൻ അണ്ണൻ അത് 30 ലക്ഷമാക്കി മടക്കി തരാം. അല്ലടാ, എന്നാലും കാശ് എൻ്റെതല്ലേ. കല്യാണം എങ്ങാനും നടന്നില്ലെങ്കിൽ പിന്നെ നീ പൈസ എവിടുന്ന് തരാനാ? അണ്ണ, കല്യാണം നടക്കുവണ്ണ. കല്യാണം നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ലക്ഷ്മി എന്ന് പറയുന്നവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഈ ഗുണ്ടകളൊക്കെ ഇറക്കുന്നത്. അവളെ അങ്ങ് കൊന്നു കളയാൻ നീ. അതിനുശേഷം മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് വരും. പിന്നെ എനിക്ക് പൈസയ്ക്ക് പഞ്ഞുണ്ടോ? അണ്ണൻ എന്താ അണ്ണ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സംഭവം ശരി തന്നെയാണ്. ഇപ്പം 10-30 ലക്ഷം രൂപയൊക്കെ കിട്ടിയ എനിക്ക് നല്ല കാര്യം തന്നെയാ. പക്ഷെ നിനക്ക് തരാൻ ഞാൻ എവിടെയെങ്കിലും പലിശയ്ക്ക് മേടിക്കേണ്ടി വരുമല്ലോടാ. എൻ്റെ അണ്ണൻ എങ്ങനെയെങ്കിലും ഒന്ന് റോള് ചെയ്. എനിക്ക് ആ പൈസ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ വെറൊരു ലക്ഷ്മിയെ തീർത്തിട്ട് മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടും. അതുവഴി ഈ പ്രകാശൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റുമായിരിക്കുമെന്ന് കൂടി. നമ്മുടെ രാജപ്പൻ്റെ അടുത്ത് നിന്ന് വലിയ വീരവാദം ഇളക്കുകയാണ്. രാജപ്പനാണെങ്കിൽ ഇച്ചിരി പൈസ ഇച്ചിരി ചിക്കിലി കൂടുതൽ കിട്ടുന്ന കേസായത് കൊണ്ട് എന്നാ ആയിക്കോട്ടെ, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ ഒരു ഡീലങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നെങ്ങാണ്ടെന്നും ഗുണ്ടകളെ കൊണ്ടുവരാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ ശാരിയെ കാണിക്കുകയാണ്. ശാരി താര പറഞ്ഞ കാര്യങ്ങളും താൻ സ്വന്തമായിട്ട് കണ്ടെത്തിയ ചില കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ഇവനൊരു നുണയനാണല്ലോ, എന്തായാലും ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടണം, ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും ഒരു ചെറിയ ബുദ്ധി പ്രയോഗിക്കുക. നമ്മളെല്ലാ ആൾക്കാരും ഒക്കെ ഇങ്ങനെ ചുമ്മാ കുറിയൊക്കെ എഴുതി ഈശ്വരന്റെ അഭിപ്രായം തേടാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു അഭിപ്രായം തേടാനായിട്ട് നമ്മുടെ ശാരി 2-3 ചീട്ടുകളൊക്കെ ഇങ്ങോട്ട് എടുത്തു. ആ പേപ്പറുകളിലൊക്കെ ഒന്നിൽ മനോഹരൻ നല്ലതാണെന്നും മറ്റേതിലും മനോഹരനൊരു പെണ്ണുപിടിയനാണെന്നും ഒക്കെ എഴുതി ചേർത്തു. എന്നിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരു കുറി എടുക്കുകയാണ്. ഈശ്വര, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മരുമകൻ നല്ല ഒരുത്തനായിരിക്കണേ, എൻ്റെ മോളോട് സ്നേഹമുള്ള ഒരുത്തനായിരിക്കണേ എന്നൊക്കെ ഇവൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം അതിൽ നിന്ന് ഒരു കുറി ഇങ്ങോട്ട് എടുത്തു. വായിച്ചു നോക്കുമ്പോഴാണെങ്കിലോ ഭഗവാന്റെ തീരുമാനം കേട്ട് ശാരി അങ്ങ് അമ്പരന്നു. എൻ്റെ ദൈവമേ, ദൈവങ്ങൾ പോലും ഇതാണോ കാണിച്ചു തരുന്നത്? മനോഹരൻ നല്ല 1-ാം തരം ഒരു പെണ്ണുപിടിയനാണെന്നാണ് ആ ചീട്ടിൽ നിന്ന് ശാരിക്ക് കിട്ടിയത്. ഇത് കണ്ട് ശാരി വളരെയധികം അപ്സെറ്റായിട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ സമയത്താണെങ്കിലും നമ്മുടെ സരയും അങ്ങോട്ട് വന്നു.
സരയു വന്നതും അല്ല മോളെ കുഞ്ഞിന്റെ നൂലുകെട്ടൽ ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തണ്ടേ? ഇപ്പൊ തന്നെ ആശുപത്രിയിലെ ബില്ലൊക്കെ അടച്ചത് അമ്മയാണ്. നീ ഒരു കാര്യം ചെയ്, മനുവിനോട് പറഞ്ഞിട്ട് കുഞ്ഞിനെ അരഞ്ഞാണോ തളയും ഒക്കെ എടുക്ക്. അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ ആദ്യത്തെ പ്രസവമായത് കൊണ്ട് മാത്രമാ ആശുപത്രിയിലെ ചെലവും ഒക്കെ ഞാൻ വഹിച്ചത്. നീ എന്തായാലും അവനോട് പറയുന്നു പറഞ്ഞു. എന്റെ അമ്മ ശാരി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ സരയുവിന് ദേഷ്യം വരികയാണ്. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? മനുവേട്ടൻ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ജീവിതകാലം മുഴുവൻ നോക്കേണ്ടതല്ലേ? അപ്പം അമ്മ ഇങ്ങനെ കണക്ക് പറയാൻ തുടങ്ങിയാൽ ഇതെന്താ ഇത്? എടി മോളെ, ഞാൻ കണക്ക് പറഞ്ഞതൊന്നുമല്ല. നീ നിന്റെ കുഞ്ഞും സേഫ് ആയിട്ടിരിക്കണം, അത്ര മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മനുവിനോട് സംസാരിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ സമയമാണെങ്കിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇതാ നമ്മുടെ മനോഹരൻ ഇറങ്ങി വരികയാണ്. മനുവിനെ കണ്ട പാടെ തന്നെ, മനുവേട്ട ഇത് കേട്ടോ നിങ്ങൾ? അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം അമ്മ എപ്പോഴും പറയുന്നത്. അല്ല, മനുമോനെ എങ്ങോട്ടാ പോകുന്നെന്ന് ശാരിയും ചോദിക്കുക. അതെ അമ്മേ, 2020 കോവിഡിന്റെ ആ ഒരു സമയത്ത് ഈ വീട്ടിൽ വന്ന് കയറിയതാണ്. അതിനുശേഷം ഞാൻ ഒരു വിദേശ രാജ്യത്തും പോയിട്ടും ഇല്ല. പിന്നെ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു, ഡോക്ടറിനോട് സംസാരിച്ചു. 6 മാസം കഴിയാതെ കുഞ്ഞിനും അമ്മയ്ക്കും ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അതുവരെ എന്തായാലും സരി ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന് എന്തായാലും ചില ക്ലയൻസിനെയൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു മീറ്റിങ്ങിൽ കാര്യങ്ങളുടെ ഏകദേശ ധാരണയൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോയിട്ടാണെങ്കിലും എൻ്റെ സരിയിനും കുഞ്ഞിനും ഉള്ള ടിക്കറ്റ് അയച്ചു തരാമല്ലോ. അപ്പം ഇവരങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ ചില കോടികളുടെ ബിസിനസിന്റെ ആ ഒരു കണക്കുകളൊക്കെ പറയാൻ തുടങ്ങി. ഇത് കേട്ടതും സരയു ഫ്ലാറ്റ്. സരയു ആണെങ്കിലോ മനു പോയതിന് ശേഷം എൻ്റെ പൊന്നമ്മേ, അമ്മ കേട്ടില്ലേ, ഇത്രയും കോടികൾ വെച്ച് ബിസിനസ് ചെയ്യുന്ന എൻ്റെ മനുവേട്ടനെ കുറിച്ചാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എടി മോളെ, എപ്പോഴും നീ നന്നായിട്ടിരിക്കണം. നിനക്ക് നിന്റെ കുഞ്ഞിനും നന്മ മാത്രമേ ഉണ്ടാകാവുള്ളൂ. അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അമ്മ പറയുന്നത്. ഇപ്പൊ ഈശ്വരന്മാര് പോലും കൈവിട്ട ഒരവസ്ഥ ഉള്ളതെന്ന് കൂടി ശാരി പറയുന്ന സമയം നമ്മുടെ സരയു ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ബ്ലിങ്ങസ്യാന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പാവം സരയു. ചില സമയത്ത് സരയുവിന്റെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോഴാണെങ്കിലോ രാക്ഷസിയാണ് നമ്മുടെ സരയു. എന്തായാലും സരയുവിന്റെ കയ്യിലിരിപ്പിന് ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ് മനു. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണം. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്